ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം ശ്രീമദ് മഹാഭാഗവതം ഷഷ്ഠസ്കന്ധം പഞ്ചദശോ അധ്യായഃ. 15-ാമത്തെ അധ്യായത്തിൽ പുത്രദുഃഖത്താൽ മനോനില കൈവിട്ടവനെ പോലെ ഇരിക്കുന്ന ചിത്രകേതുവിന് അംഗിരസ് മഹർഷിയും നാരദ മഹർഷിയും കൊടുത്ത തത്വോപദേശമാണ്. ശ്രീശുക ഉവാച. 1-ാമത്തെ ശ്ലോകം. ഊചതുഹു മൃതക ഉപാന്തേ പതിതം മൃതകോപമം ശോകാഭിഭൂതം രാജാനം ബോധയന്തൗ സദുക്തിഭിഹി. മൃതക ഉപാന്തേ, ആ കുഞ്ഞിൻ്റെ മൃതശരീരത്തിൻ്റെ അടുത്ത് മൃതക ഉപമം, മറ്റൊരു മൃതശരീരം പോലെ പതിതം വീണുകിടന്ന ശോകാഭിഭൂതം ദുഃഖബാധിതനായ രാജാനം, രാജാവിനെ സദുക്തിഭിഹി സാരവാക്കുകളാൽ ബോധയന്തവും ഉദ്ബോധിപ്പിച്ചുകൊണ്ട് ഊചതുഹു ഋഷിമാർ ഇപ്രകാരം പറഞ്ഞു. അപ്പോൾ ഇവിടെ രാജാവിൻ്റെ അവസ്ഥയെ ആണ് പറയുന്നത്. ശരിക്കും ജീവച്ഛവം പോലെ ആയിരുന്നു രാജാവ്. അങ്ങനെയുള്ള രാജാവിനോടാണ് അംഗിരസ് മഹർഷിയും നാരദ മഹർഷിയും സംസാരിക്കാൻ പോകുന്നത്. ഇവിടെ ആദ്യം തന്നെ ഒരു താത്വികമായ കാര്യം ചോദിക്കുകയാണ്. ശരിക്കും ഈ മരിച്ചു കിടക്കുന്ന കുഞ്ഞ് അങ്ങയുടെ ആരാണ്? ഈ ജന്മത്തിൽ അങ്ങയുടെ പുത്രനാണെന്ന് അങ്ങ് കരുതി സ്നേഹിച്ചു. ഇവനൊരു കഴിഞ്ഞ ജന്മം ഉണ്ടായിരുന്നു. ആ കഴിഞ്ഞ ജന്മത്തിൽ അങ്ങയുടെ ശത്രുവോ മിത്രമോ ആയിരുന്നിരിക്കാം. അങ്ങേക്കതറിയില്ല. ആ ഒരു ജന്മത്തിൽ ഒരു പക്ഷേ അങ്ങ് ഏറ്റവും വെറുത്ത ഒരാളായിരിക്കാം. ഇനി ജന്മത്തിൽ കാണേണ്ടി വരരുതേ എന്ന് ചിന്തിച്ച ആളായിരിക്കാം. ഈ ജന്മത്തിൽ മകനായി വന്നു. ഇനി അടുത്ത ജന്മത്തിൽ ആരായിരിക്കും? അപ്പോൾ ഈ ഒരു തത്വം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ചോദിക്കുന്നത്. 2-ാമത്തെ ശ്ലോകം. കഹ അയം സ്യാത് തവ രാജേന്ദ്ര ഭവാൻ യം അനുശോചതി ത്വം ച അസ്യ കതമഹ സൃഷ്ടൗ പുരാ ഇദാനീം അതഃ പരം. ഹേ രാജേന്ദ്ര, രാജാവേ, ഭവാൻ അങ്ങ് യം യാതൊരു മകനെ പറ്റി അനുശോചതി സങ്കടപ്പെടുന്നുവോ, അയം അങ്ങനെയുള്ള ഇവൻ, തവ കഹസ്യാത് അങ്ങേക്ക് ആരാണ്? ഇവനുമായുള്ള അങ്ങയുടെ ബന്ധം എന്താണ്? പുരാ ഇതിനു മുൻപും, ഇദാനീം ഇപ്പോഴും, അതപ്പരം ഭാവിയിലും, സൃഷ്ടൗ സൃഷ്ടിയിൽ, അസ്യ ഇവനെ സംബന്ധിച്ച്, ത്വം ച കഹ അങ്ങ് ഇവന്റെ ആരായിട്ട് വരും? പലപ്പോഴും നമ്മൾ ഒരു രസത്തിന് നമ്മുടെ പൂർവജന്മത്തെക്കുറിച്ച് അറിയാനൊക്കെ ആഗ്രഹിക്കും. പക്ഷേ ചില കാര്യങ്ങൾ അറിഞ്ഞാൽ അത് നമ്മുടെ ഉള്ള മനസ്സമാധാനം ഇല്ലാതാക്കുന്നതായിരിക്കും. കാരണം ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു ജന്മത്തിൽ നമ്മൾ അത്രയും വെറുത്ത ഒരാളായിരിക്കും ഈ ജന്മത്തിൽ നമ്മൾ അത്രയും സ്നേഹിക്കുന്ന ഒരാളായിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുക. അപ്പോൾ പൂർവജന്മം ഓർമ്മ വരികയാണെങ്കിൽ നമുക്ക് പിന്നെ ഈ ആളെ സ്നേഹിക്കാൻ സാധിക്കില്ല. അപ്പോൾ ആ ഒരു തത്വമാണ് ഋഷിമാർ ചോദിച്ചത്. ഇന്ന് അങ്ങിവനെ സ്നേഹിച്ചു തുടങ്ങി, അങ്ങയുടെ സ്വന്തമാണ്, ഇനി ഇവനാണ് അങ്ങയുടെ ആശ്രയം എന്നൊക്കെ ചിന്തിച്ചു തുടങ്ങി. പക്ഷെ അങ്ങേക്കറിയാമോ, ഇവൻ പൂർവജന്മത്തിൽ അങ്ങയുടെ ആരായിരുന്നു? ഇനി വരാനിരിക്കുന്ന ജന്മത്തിൽ ആരായിരിക്കും? ഇത്തരത്തിലുള്ള ചിന്തകളൊക്കെ നമ്മുടെ കൂടെ എല്ലാവരും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മനസ്സിൽ ചിന്തിച്ചുറപ്പിക്കണം. ഒരു വ്യക്തിയും നമ്മുടെ ദുഃഖത്തിനോ സുഖത്തിനോ കാരണക്കാരാവരുത്. സ്നേഹിക്കാം, അവർക്ക് വേണ്ടുന്നത് ചെയ്തു കൊടുക്കാം, കഴിഞ്ഞു, അതോടെ എല്ലാം കഴിയണം.
അതിനുള്ള പരിശീലനമാണ് ആധ്യാത്മികത. അത് എല്ലാവരും ജീവിച്ചിരിക്കെ തന്നെ നമുക്കത് ചെയ്യാൻ സാധിക്കണം. മക്കളുടെ കാര്യത്തെക്കുറിച്ച് ആശങ്കപ്പെട്ടില്ലെങ്കിൽ നമ്മളൊന്നും അച്ഛനമ്മമാരല്ല എന്നതുപോലെയാണ് നമുക്കൊക്കെ. അതുകൊണ്ടാണ് മക്കളുടെ എല്ലാ കാര്യത്തിലും പോയി നമ്മൾ തലയിടുന്നതും അവർക്കു വേണ്ടി നമ്മൾ ചിന്തിക്കുന്നതും അവരുടെ കാര്യത്തിൽ അവരുടെ ഭാവി തീരുമാനിക്കുന്നത് നമ്മളാകണം. അവർ ആരെ വിവാഹം കഴിക്കണം എന്നത് നമ്മൾ ചിന്തിക്കണം. നമ്മൾ ചിന്തിച്ചാൽ എല്ലാം കറക്റ്റാകും. ഇതാണ് എല്ലാ രക്ഷിതാക്കളുടെയും ഒരു വിചാരം. എന്നാൽ ഇന്ന് നമുക്കറിയാം, പല രീതിയിലുള്ള വിവാഹങ്ങൾ നടക്കുന്നുണ്ട്. മക്കൾ ഇഷ്ടപ്പെട്ട് വിവാഹം കഴിക്കുന്നുണ്ട്. ഇനി അച്ഛനമ്മമാർ പറഞ്ഞ് സമ്മതിപ്പിച്ച് വിവാഹം നടത്തിക്കുന്നുണ്ട്. ഇനി രണ്ടുപേർക്കും ഒരേപോലെ ഇഷ്ടപ്പെട്ട് വിവാഹം നടക്കുന്നുണ്ട്. ഇതിലേത് വിവാഹം മുന്നോട്ടു പോകും, ഇടക്ക് വെച്ച് മുറിയും, ഇതൊന്നും നമുക്ക് പ്രവചിക്കാൻ സാധിക്കില്ല. അച്ഛനമ്മമാരുടെ അനുഗ്രഹം കിട്ടി വിവാഹം ചെയ്താൽ പിന്നെ ആ ബന്ധം മുന്നോട്ടു പോകും, അത് ഒരു തരത്തിലും മുറിയില്ല എന്നൊന്നും ഒരച്ഛനും അമ്മയ്ക്കും മുൻകൂട്ടി പ്രവചിക്കാൻ സാധിക്കില്ല. എന്നിട്ടും ഇന്നും അത്തരത്തിലുള്ള കാര്യങ്ങളിൽ ശാഠ്യം പിടിക്കുന്ന അച്ഛനമ്മമാരുണ്ട്. നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത്, എൻ്റെ മകൾക്ക്, എൻ്റെ മകന് ഒരു ജീവിത പങ്കാളിയായിട്ട് ഏതൊരാളെ ഈശ്വരൻ നിശ്ചയിച്ചിട്ടുണ്ടോ അയാൾ അല്ലെങ്കിൽ അവൾ അവരുടെ ജീവിതത്തിലേക്ക് വരും. അതിന് ഒരു പക്ഷേ അവർ സ്വയം കണ്ടുപിടിക്കുന്നതാകാം, അല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിച്ചു കൊടുക്കുന്നതാകാം. അപ്പോൾ ഇതൊക്കെ ഒരു വിശാലമായ ചിന്താഗതിയോടെ കാണാൻ തുടങ്ങിയാൽ സത്യത്തിൽ നമ്മുടെ ആശങ്കകൾ ഇല്ലാതാകും. ഇനി മക്കൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായില്ലെങ്കിൽ അതിൻ്റെ പേരിൽ ദുഃഖിക്കുക എന്തിന്? അത് അവരുടെ ആവശ്യമാണ്. അവർക്ക് വേണമെങ്കിൽ ആവാം. ഇനി അല്ല, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവർ നോക്കട്ടെ. അവർക്ക് വേണമെങ്കിൽ വേണം, വേണ്ടെങ്കിൽ വേണ്ട. ഇത് എല്ലാറ്റിലും കയറി തലയിടുക എന്നത് നമ്മുടെ, പ്രത്യേകിച്ച് ഈ ഇന്ത്യക്കാരായിട്ടുള്ള, അതിൽ തന്നെ മലയാളികളായ നമുക്കൊക്കെ ഒരു വലിയ പ്രശ്നമാണ്. എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും, കൂടുതൽ പേർക്കും പറയാനുള്ളത് മക്കളുടെ വിവാഹം കഴിഞ്ഞില്ല, അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായില്ല. അതൊക്കെ അവരുടെ കർമ്മഫലമാണെന്ന് കരുതി വിട്ടുകൊടുക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാതെ എല്ലാറ്റിനും പുറകെ ചെന്ന് എൻ്റെ കുഞ്ഞുങ്ങൾ, എൻ്റെ മക്കൾ, ഈ ഒരു ബന്ധം മുറിക്കാൻ എല്ലാവരും ജീവിച്ചിരിക്കെ നമുക്ക് സാധിക്കണം. അപ്പോഴാണ് ഇതൊക്കെ പഠിച്ചതിന് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ മൂന്നാമത്തെ ശ്ലോകത്തിൽ നമ്മൾ ഒരുപാട് കേട്ട ആ താത്വികമായ കാര്യം തന്നെയാണ് പറയുന്നത്. യഥാ പ്രയാന്തി സംയാന്തി ശ്രോതോ വേഗേന വാലുകാഹ സംയുജ്യന്തേ വിയുജ്യന്തേ തഥാ കാലേന ദേഹിനഃ. സ്രോതോ വേഗേന, പുഴയിലെ ഒഴുക്കിന്റെ ശക്തിയാൽ, വാലുകാഹ, മണൽത്തരികൾ, യഥാ പ്രയാന്തി, ഏതു വിധത്തിൽ നീങ്ങിപ്പോകുന്നു. ഒരൊഴുക്കിൽ മണൽത്തരികൾ വേറെ പോകും, പല ദിക്കിലേക്ക് പോകും. എന്നാൽ മറ്റൊരൊഴുക്കിൽ ഇതെല്ലാം സംയാന്തി, വന്ന് കൂടിച്ചേരുകയും ചെയ്യും. ഇങ്ങനെ വിയുജ്യന്തേ, വിയോജിക്കപ്പെടുകയും, സംയുജ്യന്തേ, സംയോജിക്കപ്പെടുകയും ചെയ്യുന്നുവോ തഥാ, അതേ വിധത്തിൽ, കാലേന, കാലശക്തിയാൽ, പല ദേഹികൾ, ജീവരാശികൾ ചില ഘട്ടത്തിൽ ഒരുമിച്ച് ഒരു വീട്ടിൽ താമസിക്കുന്നു, ചില ഘട്ടത്തിൽ അവരൊക്കെ പല വഴിക്ക് പോകുന്നു. ഇത് പ്രകൃതി നിയമമാണ്. ഇത് നമ്മൾ അംഗീകരിക്കാത്തതാണ് നമ്മുടെ ദുഃഖത്തിന് കാരണം. ഇനി മക്കളിലുള്ള ഈ ആശാപാശത്തെ മുറിച്ചെറിയാൻ, അല്ലെങ്കിൽ മക്കൾ ഉണ്ടാകുന്നില്ല എന്ന ദുഃഖത്തെ ഇല്ലാതാക്കാനായിട്ട് ഋഷിമാർ പറയുന്ന ഉദാഹരണം ഇതാണ്. എല്ലാ വിത്തിൽ നിന്നും മുളകൾ ഉണ്ടാകുന്നില്ല. നാലാമത്തെ ശ്ലോകം. യഥാ ധാനാസു വൈ ധാനാ ഭവന്തി ന ഭവന്തി ച ഏവം ഭൂതേഷു ഭൂതാനി ചോദിതാനി ഈശമായയാ. യഥാ, ഏത് പ്രകാരത്തിൽ, ധാനാസു, ചില വിത്തുകളിൽ നിന്ന്, ധാനാഹ, പുതിയ മുള പൊട്ടുന്നു, ഭവന്തി, ഉണ്ടാകുന്നു,
എന്നാൽ ചിലപ്പോൾ ന ഭവന്തി. എല്ലാ വിത്തുകളും മുള പൊട്ടുന്നില്ല. അങ്ങനെ ചിലതിൽ ഉണ്ടാകാതെയും വൈച്ച വരുന്നുവോ. ഏവം ഇതേ വിധത്തിൽ ചില ആളുകൾക്ക് സൃഷ്ടി നടത്താനുള്ള നിയോഗമുണ്ടാകും, അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നു. ചിലർക്ക് ആ നിയോഗമില്ല, അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നില്ല. ഇതാണ് ഭൂതേഷു ഭൂതാനി, ജീവജാലങ്ങളിൽ ജീവജാലങ്ങൾ ഈശമായയാ ഈശ്വരമായയാൽ ചോദിതാനി പ്രചോദിപ്പിക്കപ്പെടുന്നു. ഇതെല്ലാം ആ ഈശ്വരന്റെ നിശ്ചയമാണ്. ആരിൽ നിന്ന് പുതിയ സൃഷ്ടി ഉണ്ടാകണം, ആരിൽ നിന്ന് ഉണ്ടാവേണ്ടതില്ല, ഇതെല്ലാം ഈശ്വരൻ നിശ്ചയിക്കുന്നു. അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ചുറപ്പിച്ചാൽ ഇത്തരത്തിലുള്ള ദുഃഖങ്ങളൊന്നും തന്നെ നമുക്കുണ്ടാവുകയില്ല. അഞ്ചാമത്തെ ശ്ലോകം. വയം ച ത്വം ച യേ ച ഇമേ തുല്യകാലാഹ ചരാചരാഹ ജന്മ മൃത്യോഃ യഥാ പശ്ചാത് പ്രാങ് ന ഏവം അധുനാ അപി ഭോഃ. വയം ച ഞങ്ങളും, ത്വം ച അങ്ങയും, തുല്യകാലാഹ ഇപ്പോഴുള്ള ഈ ഒരു കാലത്ത് അങ്ങ് രാജാവായിട്ടിരിക്കുന്നു, ഞങ്ങൾ ഋഷിമാരായിട്ടിരിക്കുന്നു. ഇങ്ങനെ യേ ഇമേ ഇത്തരത്തിലുള്ള ചരാചരാഹ ജംഗമങ്ങളും സ്ഥാവരങ്ങളുമെല്ലാം ഇന്ന് ഏതുപോലെ ഇരിക്കുന്നോ അതുപോലെ ആകണം എന്നില്ല മുൻപ്. യഥാ ജന്മമൃത്യോഹോ ജനന മരണങ്ങളുടെ പ്രാക് മുൻപ്, അതായത് ഈ ജന്മത്തിന് മുൻപ് നിങ്ങളും ഞങ്ങളും എങ്ങനെയായിരുന്നുവെന്ന് ആർക്കും അറിയില്ല. ഇനി ഈ ഒരു ജന്മം കഴിഞ്ഞാൽ പശ്ചാത്ത് ഏവം ന ഇങ്ങനെ ആയിരിക്കില്ല. ഭോ അല്ലയോ രാജൻ, അധുനാ അപി ഇപ്പോഴും നിങ്ങൾക്കറിയാത്ത ഏതോ ഒരു കാരണത്താൽ ഇതെല്ലാം സംഭവിക്കുന്നു എന്ന് കരുതുക. 6. ഭൂതൈഹി ഭൂതാനി ഭൂതേശഃ സൃജതി അവതി ഹന്തി അജഃ ആത്മസൃഷ്ടൈഹി അസ്വതന്ത്രൈഹി അനപേക്ഷഃ അപി ബാലവത്. ഭൂത ഈശഃ ഈ ജീവരാശികളുടെ സ്രഷ്ടാവും, അജഃ ജന്മമരണാദി അങ്ങനെയുള്ള ഒന്നുമില്ലാത്ത, ആദിയും അന്തവും ഇല്ലാത്ത ആ ഈശ്വരൻ, അനപേക്ഷഃ അപി അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഒരു ഉദ്ദേശവും ഇല്ല ഇവിടെ ഇങ്ങനെ ഒരു സൃഷ്ടി നടത്തണമെന്ന്. പക്ഷേ ഒരു കുട്ടി സമയം പോകാനായിട്ട് എന്തെങ്കിലുമൊക്കെ കളികളിൽ ഏർപ്പെടാറുണ്ട്. അതുപോലെ ബാലവത്ത് കളിക്കുന്ന കുട്ടിയെ പോലെ ആത്മസൃഷ്ടൈഹി തന്നിൽ നിന്നും തൻ്റെ പ്രേരണയാൽ ഉണ്ടായ അസ്വതന്ത്രൈഹി സ്വയം ചിന്തിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനോ സ്വതന്ത്രങ്ങളല്ലാത്ത ഭൂതൈഹി ജീവജാലങ്ങളെ വെച്ച് വീണ്ടും വീണ്ടും ഭൂതാനി ജീവജാലങ്ങളെ സൃജതി സൃഷ്ടിക്കുന്നു, അവതി രക്ഷിക്കുന്നു, ഹന്തി സംഹരിക്കുന്നു. ഇത് ആരിലൂടെ വേണമെന്ന് ഈശ്വരൻ നിശ്ചയിക്കുന്നു. അതാണ് നേരത്തെ പറഞ്ഞത്. ആരിലൂടെ ഇവിടെ സൃഷ്ടി തുടരണമോ അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകും. ആരിലൂടെ സൃഷ്ടി തുടരേണ്ട എന്ന് ഭഗവാൻ നിശ്ചയിക്കുന്നുവോ അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല. ഈ ഒരു സത്യത്തെ നമ്മൾ മനസ്സിലാക്കിയാൽ ഇത്തരത്തിലുള്ള ദുഃഖങ്ങളിൽ നിന്ന് നമുക്ക് മോചനം ലഭിക്കുന്നതാണ്. ഇനി ആത്മാവിന്റെ അസ്തിത്വത്തെ കുറിച്ച് പറയുന്നു. ആ ആത്മാവ് ധരിക്കുന്ന ഒരു വസ്ത്രമാണ് ഈ ദേഹം. ഈ വസ്ത്രമാകുന്ന ദേഹത്തിൽ നിന്നാണ് മറ്റൊരു ദേഹം ഉണ്ടാകുന്നത്. 7-ാമത്തെ ശ്ലോകം. ദേഹേന ദേഹിനോ രാജൻ ദേഹാത് ദേഹഃ അഭിജായതേ ബീജാത് ഏവ യഥാ ബീജം ദേഹി അർത്ഥ ഇവ ശാശ്വതഃ. ഹേ രാജൻ, ഒരു ബീജാത് ഏവ വിത്തിൽ നിന്ന് മുള പൊട്ടി ചെടിയായി, പിന്നീട് ആ ചെടിയിൽ നിന്നാണ് അത് പൂത്ത് കഴിഞ്ഞ് കായായിട്ട് മാറിയിട്ട് അതിനുള്ളിലാണ് പിന്നെ അടുത്ത ബീജം. ഇങ്ങനെ ഒരു ബീജത്തിൽ നിന്ന് മറ്റൊരു ചെടിക്കുള്ള ബീജം എന്നതുപോലെ ദേഹിനഹ ഒരു ദേഹിയുടെ ദേഹേന ദേഹം കൊണ്ട് ദേഹാത്ത് ആ ദേഹത്തിൽ നിന്ന് ദേഹഃ മറ്റൊരു ദേഹം അഭിജായതേ പിറന്നുണ്ടാകുന്നു. എന്നാൽ ഇതൊക്കെ ഏതൊരാത്മാവിന്റെ വസ്ത്രമാണോ ആ ദേഹി അർത്ഥഃ ഇവ മൂലപദാർത്ഥം എന്നതുപോലെ ശാശ്വതഃ എന്നും ഉള്ളതാണ്. ഈ വസ്ത്രങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഒരു പഴയ വസ്ത്രത്തിന്റെ നൂലെടുത്തിട്ട് പുതിയ വസ്ത്രം തുന്നുന്നത് പോലെ
ഇങ്ങനെയൊക്കെയാണ് ഇവിടെ പുതിയ പുതിയ സൃഷ്ടികൾ ഉണ്ടാകുന്നത്. എന്നാൽ ഇതിനൊക്കെ ആധാരമായിരിക്കുന്ന ആ ജീവാത്മസ്വരൂപം എന്നും ഒരേപോലെ ശാശ്വതമായിട്ട് നിൽക്കുന്നു. ആത്മാവിൻ്റെ അസ്തിത്വത്തെ പറ്റി ബോധിപ്പിക്കുന്ന രീതിയിലാണ് വീണ്ടും സംസാരിക്കുന്നത്. 8ാമത്തെ ശ്ലോകം. ദേഹദേഹി വിഭാഗഃ അയം അവിവേകകൃതഃ പുരാ ജാതി വ്യക്തി വിഭാഗഃ അയം യഥാ വസ്തുനി കൽപ്പിതഃ. യഥാ യാതൊരു വിധത്തിൽ വസ്തുനി ഈ കേവലമായ ആ ചൈതന്യത്തിൽ ആത്മാവിങ്കൽ അയം ഇപ്രകാരമുള്ള ജാതി വ്യക്തി വിഭാഗഃ സാമാന്യ സൃഷ്ടി, വിശേഷപ്പെട്ട സൃഷ്ടി, ഇങ്ങനെയൊക്കെയുള്ള ഈ ജാതി വ്യത്യാസം കൽപ്പിതഃ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നുവോ അയം ഇത്തരത്തിലുള്ള ദേഹദേഹി വിഭാഗഃ ഈ ദേഹം ദേഹി എന്നുള്ള ഭേദവും പുരാ പണ്ട് പണ്ടേക്ക് തന്നെ അവിവേകകൃതഃ അജ്ഞാനിയായ മനുഷ്യന്റെ വെറും കൽപ്പിതങ്ങളാണ്. അവർക്ക് തോന്നുന്നതാണ് ഇങ്ങനെയൊരു സൃഷ്ടി ഇവിടെ ഉണ്ടാകുന്നു, അവരുമായിട്ട് എനിക്ക് ആത്മബന്ധമുണ്ട്, അയ്യോ അവർ എന്നെ വിട്ടുപോയി, ഇങ്ങനെയൊക്കെയുള്ള ചിന്ത ഈ അജ്ഞാനത്താലാണ്. ശ്രീ ശുക ഉവാച. 9ാമത്തെ ശ്ലോകം. ഏവം ആശ്വാസിതോ രാജ ചിത്രകേതുഃ ദ്വിജോക്തിഭിഃ പ്രമൃജ്യ പാണിനാ വക്ത്രം ആധിമ്ലാനം അഭാഷത. ഏവം ഇപ്രകാരം ദ്വിജോക്തിഭിഃ മുനിമാരുടെ വാക്കുകളാൽ ആശ്വാസിതഃ കുറച്ചൊന്ന് ആശ്വസിപ്പിക്കപ്പെട്ട രാജാ ചിത്രകേതു ആധിമ്ലാനം മനോവ്യഥ കൊണ്ട് വാടിയ വക്ത്രം തൻ്റെ മുഖത്തെ ആ കണ്ണുനീരൊക്കെ പാണിനാ പ്രമൃജ്യ കൈകൊണ്ട് തുടച്ചിട്ട് ഇപ്രകാരം അഭാഷത അവരോട് പറഞ്ഞു. അപ്പോൾ മുനിമാരുടെ വാക്ക് കേട്ട് ചെറുതായിട്ടൊരു ആശ്വാസം തോന്നിയപ്പോൾ രാജാവ് അവരോട് ഇപ്രകാരം പറയാൻ ആരംഭിച്ചു. ഇവിടെ വന്ന അങ്കിരസ് മഹർഷിയെ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ രാജാവ് മോഹിച്ചു പോയതാണോ എന്തുകൊണ്ടാണെന്ന് അറിയില്ല. നിങ്ങൾ ആരാണ് എന്നാണ് ചോദിക്കുന്നത്. ഈ അങ്കിരസ് മഹർഷിയാണ് രാജാവിൻ്റെ അടുത്ത് വന്ന് കുഞ്ഞുണ്ടാവാൻ വേണ്ടിയിട്ടുള്ള യാഗമൊക്കെ ചെയ്തത്. ഇനി ഒരു പക്ഷേ അങ്കിരസ് മഹർഷിയൊക്കെ വേഷം മാറിയിട്ടാണോ അവിടെ വന്നത്, അതും അറിയില്ല. എന്തായാലും രാജാവ് അങ്ങോട്ട് ചോദ്യമാണ് ചോദിക്കുന്നത്, നിങ്ങൾ ആരാണ്? 10ാമത്തെ ശ്ലോകം. കൗ യുവാം ജ്ഞാനസമ്പന്നൗ മഹിഷ്ഠൗ ച മഹീയസാം അവധൂതേന വേഷേണ ഗൂഢൗ ഇഹ സമാഗതൗ. ജ്ഞാനസമ്പന്നൗ അറിവു തികഞ്ഞവരും മഹീയസാം മഹിഷ്ഠൗ മഹാന്മാരിൽ വെച്ച് അതിമഹാന്മാരും അവധൂതേന വേഷേണ അവധൂതന്മാരെ പോലെ വസ്ത്രങ്ങളൊന്നും ഉടുക്കാതെ പൂർണ്ണനഗ്നരായിട്ട് ഗൂഢൗ തിരിച്ചറിയാൻ കഴിയാത്തവരും ഇഹ സമാഗതവും എൻ്റെ അടുത്ത് വന്നു ചേർന്നവരുമായ യുവാം കൗ നിങ്ങൾ ഇരുവരും ആരാണ്? 11ാമത്തെ ശ്ലോകം. ചരന്തിഹി അവനൗ കാമം ബ്രാഹ്മണ ഭഗവത് പ്രിയാഹ മാതൃശാം ഗ്രാമ്യബുദ്ധീനാം ബോധായ ഉന്മത്തലിംഗിനഃ. ഭഗവത് പ്രിയാഹ ബ്രാഹ്മണാഹ ഭഗവാനിൽ അത്രമാത്രം പ്രീതിയുള്ള നിങ്ങളെപ്പോലുള്ള ബ്രഹ്മജ്ഞാനികൾ മാതൃശാം എന്നെപ്പോലെയുള്ള ഗ്രാമ്യബുദ്ധീനാം ആധ്യാത്മിക വിഷയങ്ങളിൽ വലിയ അറിവില്ലാത്ത ഞങ്ങളെപ്പോലുള്ള ഗൃഹസ്ഥന്മാരിൽ അവരെ ബോധായ അവരെ ഒന്ന് ബോധിപ്പിക്കാൻ പല കാര്യങ്ങളിലും അവർക്കൊരു ഉദ്ബോധനം നൽകാൻ ഉന്മത്തലിംഗിനഃ ഭ്രാന്തന്മാരുടേതുപോലെയുള്ള വേഷം ചമഞ്ഞുകൊണ്ട് അവനൗ ചരന്തിഹി ഭൂമിയിൽ സഞ്ചരിക്കാറുണ്ടല്ലോ, അതുകൊണ്ടാണോ എന്നെനിക്കറിയില്ല, നിങ്ങൾ ആരാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇതിൽ ആരാണ് എന്ന് പറഞ്ഞ് കുറേ മഹർഷിമാരുടെ പേരുകൾ അങ്ങോട്ട് ചോദിക്കുകയാണ്. അതാണ് 12, 13, 14, 15 ശ്ലോകങ്ങളിലായിട്ടുള്ളത്. ഇതിൽ ഓരോ മഹർഷിമാരുടെ പേരുകൾ പറയുകയാണ്. അതിലേതാനും പേരുകൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ബാക്കിയെല്ലാം പേരുകളാണ് ശ്ലോകങ്ങളിലായി
കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. കുമാരൻ എന്നതുകൊണ്ട് സനൽകുമാരൻ, നാരദൻ, ഋഭു, അങ്കിരസ്. അങ്കിരസാണോ എന്ന് പോലും സംശയമുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ തിരിച്ചറിയുന്നില്ല. ഇങ്ങനെ കുറേ ഋഷിമാരുടെ പേരുകൾ പറഞ്ഞിട്ട് രോമഹ, രോമശഹ, ച്യവനഹ, അതുപോലെ ഹിരണ്യനാഭ, കൗസല്യ, ശ്രുതദേവ, ഋതധ്വജ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഏതേ പരേച്ച എന്നിവരും അന്യന്മാരുമായ സിദ്ധേശാഹ, സിദ്ധേശ്വരന്മാർ ജ്ഞാനഹേതവഹ ചരന്തി, ഞങ്ങളെ പോലുള്ള അജ്ഞാനികൾക്ക് ആത്മജ്ഞാനം പ്രദാനം ചെയ്യുന്നതിന് കാരണഭൂതരായി സഞ്ചരിക്കാറുണ്ട്. അങ്ങനെ ആരെങ്കിലും ആണോ എന്ന് ചോദിക്കുന്നു. 16-ാമത്തെ ശ്ലോകം. തസ്മാത് യുവാം ഗ്രാമ്യപശോഹോ മമ മൂഢധിയഃ പ്രഭു അന്ധേ തമസി മഗ്നസ്യ ജ്ഞാനദീപ ഉദീര്യതാം. തസ്മാത് അതുകൊണ്ട്, ഗ്രാമ്യപശോഹോ മൃഗത്തെ പോലെ, ഗ്രാമ്യപശു എന്നാൽ അജ്ഞാനികളായ മൃഗത്തെ പോലെ ആത്മസംസ്കാരമില്ലാത്തവനും, മൂഢധിയഃ ഈ അജ്ഞാനത്തിൽ കുടുങ്ങിയത് കൊണ്ട് തന്നെ മൂഢബുദ്ധിയും, അന്ധേ തമസി അതിഘോരമായ ഇരുട്ടിൽ മഗ്നസ്യ മുങ്ങിക്കിടക്കുന്നവനുമായ മമ എനിക്ക്, യുവാം നിങ്ങളിരുവരും ഇപ്പോൾ പ്രഭു എന്റെ രക്ഷകന്മാരാണ്, ജ്ഞാനദീപഃ അറിവിന്റെ വിളക്ക് ഉദീര്യതാം തെളിയിക്കപ്പെട്ടാലും, അന്ധകാരത്തിലിരിക്കുന്ന എന്റെ മനസ്സിന് വെളിച്ചം നൽകുവാനായി വന്ന നിങ്ങൾ എന്റെ രക്ഷകന്മാരാണ്. ആദ്യം നിങ്ങൾ ആരെന്ന് പറയൂ എന്ന് ചിത്രകേതു പറഞ്ഞു. അങ്കിരാഹ ഉവാച. 17-ാമത്തെ ശ്ലോകം. അഹം തേ പുത്രകാമായ പുത്രദഃ അസ്മി അങ്കിരാ നൃപ ഏഷ ബ്രഹ്മസുതഃ സാക്ഷാൽ നാരദോ ഭഗവാൻ ഋഷിഹി. ഹേ നൃപ, അഹം ഞാൻ പുത്രകാമായ ഒരു പുത്രൻ വേണമെന്നാഗ്രഹിച്ചിരുന്ന തേ അങ്ങേക്ക് പുത്രദഃ പുത്രനെ ദാനം ചെയ്ത അങ്കിരാഹ അങ്കിരസ് അസ്മി ആകുന്നു. ഇനി എൻ്റെ കൂടെയുള്ള യേശഃ ഇദ്ദേഹം ബ്രഹ്മസുതഃ ഭഗവാൻ സാക്ഷാത് നാരദഃ ഋഷിഹി ബ്രഹ്മപുത്രനും സർവജ്ഞനുമായ സാക്ഷാൽ നാരദ മഹർഷി ആണ്. എന്തുകൊണ്ട് ചിത്രകേതു ഇങ്ങനെയൊരു അവസ്ഥയിൽ ഇരിക്കുമ്പോൾ ഞങ്ങൾ സ്വയമേവ ഇങ്ങോട്ട് വന്നു എന്ന് പറയുന്നു? കാരണം ആ സമയത്ത് പോലും ചിത്രകേതു മഹാവിഷ്ണുവിന്റെ ഭക്തനായിരുന്നു എന്നാണ് ഒരു കാരണം പറയുന്നത്. ഒരിക്കലും ഒരു ഭക്തനും കൂടുതൽ സമയം ദുഃഖിക്കാൻ അർഹരല്ല എന്ന് പറയുന്നു. അതായത് ചില ദുഃഖങ്ങൾ നമുക്കുണ്ടാവും. ഒരടി കിട്ടിയതുപോലെ നമ്മളിങ്ങനെ തല കറങ്ങി വീണതുപോലെയൊക്കെ ഉണ്ടാകും. പക്ഷേ ആ വീഴ്ചയിൽ നിന്ന് ഭഗവാൻ തന്നെ നമ്മെ കൈപിടിച്ചുയർത്തും. പിന്നെ ആ ഉയർച്ച അതൊരു ആധ്യാത്മികമായ ഉയർച്ചയായിരിക്കും. അതാണ് 18-19 ശ്ലോകങ്ങളിലായിട്ട് അങ്കിരസ് മഹർഷി പറയുന്നത്. ഇത്തം ത്വാം പുത്രശോകേന മഗ്നം തമസി ദുസ്തരേ അതദർഹം അനുസ്മൃത്യ മഹാപുരുഷഗോചരം അനുഗ്രഹായ ഭവത പ്രാപ്തൗ ആവാം ഇഹ പ്രഭോ ബ്രഹ്മണ്യഃ ഭഗവദ്ഭക്തഃ ന അവസീദതും അർഹതി. ഇത്തം ഈ വിധത്തിൽ പുത്രശോകേന പുത്രദുഃഖത്താൽ ദുസ്തരേ തമസി കടക്കുവാനാവാത്ത അന്ധകാരത്തിൽ മഗ്നം ആണ്ടിരിക്കുന്ന ത്വാം അങ്ങയെ ഞങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അങ്ങ് മഹാപുരുഷഗോചരം മഹാവിഷ്ണുവിൻ്റെ ഭക്തനാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും ദുഃഖത്തെ ന അർഹതി അതദർഹം ഇങ്ങനെ ദുഃഖിച്ചിരിക്കുവാൻ അങ്ങ് അർഹിക്കുന്നില്ല. അങ്ങ് അങ്ങനെ ഇരിക്കാൻ പാടില്ല. കാരണം അങ്ങൊരു ഭക്തനാണ്. അതിനെ അനുസ്മരിച്ചിട്ടാണ് ഭവതഃ അനുഗ്രഹായ അങ്ങയുടെ അനുഗ്രഹത്തിനായി ആവാം ഞങ്ങൾ ഇരുവരും ഇഹ പ്രാപ്തവും ഇവിടെ വന്നിരിക്കുന്നത്. ഹേ പ്രഭോ രാജാവേ, ബ്രഹ്മണ്യഃ ബ്രാഹ്മണ ഭക്തനും ഭഗവദ്ഭക്തഃ ഭഗവദ്ഭക്തനും ആയവൻ ഒരു കാരണവശാലും അവസീദതും ക്ലേശിക്കുവാൻ ന അർഹതി പാടില്ല. ഒരിക്കലും ഒരു ഭക്തന് ചില സമയത്തൊക്കെ ചില തട്ട് കിട്ടും, അടി കിട്ടും. പക്ഷേ ഒന്ന് വീണുപോയാലും ഏതോ ഒരു മുജ്ജന്മ പുണ്യത്താൽ
ഏതെങ്കിലും രീതിയിലുള്ള ആളുകളുടെ വാക്കുകളിലൂടെ അല്ലെങ്കിൽ ഒരു പ്രഭാഷണത്തിലൂടെ ഏതെങ്കിലും രീതിയിൽ ഭഗവാൻ ആ ആളെ കൈപിടിച്ചുയർത്താൻ എന്തെങ്കിലും ഒരു വഴി തെളിയിച്ചിരിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി 20ാമത്തെ ശ്ലോകത്തിൽ അംഗിരസ മഹർഷി ഒരു കാര്യം തുറന്നു പറയുകയാണ്. യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ ഇവിടെ വന്നത് തന്നെ അങ്ങേക്ക് ആത്മജ്ഞാനത്തെ പ്രദാനം ചെയ്യാനായിരുന്നു. അതിനുള്ള അർഹത അങ്ങേക്കുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് അങ്ങയുടെ ഉള്ളിൽ തീവ്രമായ ഒരാഗ്രഹം, ഒരു മകൻ വേണമെന്ന ആഗ്രഹം, അത് വളരെ തീവ്രമായിട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ ഞാൻ ആ സമയത്ത് ആത്മജ്ഞാനം പ്രദാനം ചെയ്യാൻ ഉള്ള സാഹചര്യമല്ല എന്ന് മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ ഒരു മകൻ ഉണ്ടായാൽ ഉള്ള സന്തോഷം എന്താണ്, അവൻ നഷ്ടപ്പെടുമ്പോഴുണ്ടാകുന്ന സങ്കടം എന്താണ്, ഇത് രണ്ടും കുറച്ചു കാലത്തിനുള്ളിൽ അങ്ങയെ അനുഭവിപ്പിച്ചിട്ട് എന്നിട്ട് ആത്മജ്ഞാനം തരാൻ വരാമെന്ന് വിചാരിച്ചിട്ടാണ് എന്ന് പറയുന്നു 20ാമത്തെ ശ്ലോകം. തദായേവത്തെ പരം ജ്ഞാനം ദദാമി ഗൃഹം ആഗതഃ ജ്ഞാത്വാ അന്യാഭിനിവേശം തേ പുത്രമേവ ദദൗ അഹം. ഞാൻ കുറച്ചു കാലം മുൻപ് ഗൃഹം ആഗതഃ അങ്ങയുടെ ഗൃഹത്തിലേക്ക് വന്നപ്പോൾ തദായേവ അപ്പോൾ തന്നെ തേ അങ്ങേക്ക് പരം ജ്ഞാനം പരമാർത്ഥമായ ആത്മജ്ഞാനത്തെ ദദാമി തന്നിരുന്നേനെ. പക്ഷേ ആ സമയത്ത് ഞാൻ മനസ്സിലാക്കി തേ അങ്ങയുടെ അന്യ അഭിനിവേശം, ഭഗവാനെ കിട്ടുക എന്നതിനും അപ്പുറത്തേക്ക് അങ്ങേക്ക് മകൻ വേണം എന്ന അങ്ങയുടെ മറ്റൊരു താല്പര്യത്തെ ജ്ഞാത്വ മനസ്സിലാക്കിയിട്ട് എങ്കിൽ പിന്നെ അതാദ്യം തരാം, പുത്രം ഏവ അങ്ങനെ അങ്ങേക്ക് പുത്രനെ തന്നെ അഹം ദതൗ ഞാൻ തന്നതാണ്. എനിക്കറിയാമായിരുന്നു ആ കുഞ്ഞിനധികം ആയുസ്സില്ല എന്ന്. അതുകൊണ്ട് തന്നെയാണ് അന്ന് ഞാനൊരു മുന്നറിയിപ്പും തന്നത്. ഇനി ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പറയുകയാണ്, നമുക്ക് ഈ ലോകത്ത് എന്തൊക്കെ ഉണ്ടോ അത് ഉള്ളിടത്തോളം ദുഃഖമാണ്. നമ്മൾ വിചാരിക്കും മക്കൾ ഉണ്ടായാൽ സന്തോഷമായി എന്ന്. മക്കളുടെ ഓരോ വളർച്ചയിലും നമ്മൾ ദുഃഖം അനുഭവിക്കുകയാണ്. എത്രമാത്രം ടെൻഷൻ അടിച്ചാണ് ഇന്നത്തെ രക്ഷിതാക്കൾ ജീവിക്കുന്നത്. പ്രത്യേകിച്ച് കാലം കഴിയും തോറും മക്കളുടെ സുരക്ഷ, അവരെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ പോലും പേടിയാണ്. അവർക്ക് കള്ളത്തരം ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെക്കാം, എന്തും ചെയ്യാം. എന്ത് കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. സത്യം പറഞ്ഞാൽ നമ്മുടെയൊക്കെ പഴയ കാലത്ത് നമ്മളൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ, ദൂരസ്ഥലത്തൊക്കെ പഠിക്കാൻ പോയിട്ടുണ്ട് ആ സമയത്തും, അന്നൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ അവിടെ എത്തിയാൽ മാത്രമാണ് ഒന്ന് ഫോൺ ചെയ്ത് പറയാൻ സാധിക്കുന്നത്. എന്നാലും എനിക്ക് തോന്നുന്നു അന്നത്തെ രക്ഷിതാക്കൾ ഇത്രയും ടെൻഷൻ അടിച്ചിരുന്നോ എന്ന് സംശയമാണ്. ഇന്ന് നമ്മുടെ മക്കൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി കുറച്ചു ദൂരം കഴിയുമ്പോഴേക്കും വിളിക്കാൻ തുടങ്ങും. എവിടെ എത്തി, എന്തായി, സ്കൂളിലെത്തിയോ, കോളേജിലെത്തിയോ. ഇനി ഹോസ്റ്റലിൽ ഒക്കെയാണ് പഠിക്കുന്നതെങ്കിൽ ഇപ്പോൾ എല്ലാ ദിവസവും വിളിക്കാനുള്ള സൗകര്യമുണ്ട്. ഏത് നിമിഷവും വിളിച്ച് ചോദിക്കും, മെസ്സേജ് അയച്ച് ചോദിക്കും, എന്തായി, എവിടെയായി, ഹോസ്റ്റലിലാണോ, കോളേജിലാണോ, സ്കൂളിലാണോ. നമുക്ക് ടെൻഷനാണ്. എന്നിട്ടും നമ്മളൊക്കെ വിശ്വസിക്കുന്നു, അഥവാ വിശ്വസിപ്പിക്കുന്നു മക്കൾ ഉണ്ടായാൽ സന്തോഷമാണ് എന്ന്. ഇതാണ് നമ്മുടെയൊക്കെ മൂഢബുദ്ധി എന്ന് പറയുന്നത്. അതാണ് 21, 22, 23 ശ്ലോകങ്ങൾ ഒരുമിച്ച് പറയുമ്പോഴാണ് അതിൻ്റെ അർത്ഥം പൂർത്തിയാകുന്നത്. എങ്കിലും ഓരോന്നായി പറഞ്ഞ് അർത്ഥം പറഞ്ഞു തന്നെ പോകാം. അധുന പുത്രിണാം താപഃ ഭവതാ ഏവ അനുഭൂയത്തെ ഏവം ദാരാഹ ഗൃഹാഹ രായഃ വിവിധ ഐശ്വര്യ സമ്പതഃ. അധുന ഇപ്പോൾ നോക്കൂ, അങ്ങ് പുത്രിണാം താപഃ മക്കളുള്ളവരുടെ ദുഃഖം ഭവതാ ഏവ അനുഭൂയത്തെ അങ്ങിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ. ഇനി ഒരു പക്ഷേ മരിച്ചില്ലായിരുന്നു എങ്കിൽ പോലും അങ്ങ് വിചാരിക്കുന്നുണ്ടോ മക്കൾ ഉണ്ടെങ്കിൽ സന്തോഷമാണെന്ന്? അവരുള്ളിടത്തോളം ദുഃഖമാണ്. ഇതെല്ലാം കഴിഞ്ഞ് അവസാന കാലത്ത് അവർ നമ്മെ നോക്കിയില്ലെങ്കിൽ അതിലും വലിയ ദുഃഖമാണ്. അവർ വിളിച്ചില്ലെങ്കിൽ ദുഃഖം, അവരൊക്കെ അന്യനാട്ടിൽ പോയാൽ അതും ദുഃഖം. ഏവം ഇതുപോലെ ധാരാഹ ഭാര്യമാർ ഒന്നല്ല ഒന്നിൽ കൂടുതലുണ്ടായാലും അതും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമുക്ക് അസ്വസ്ഥതയെ തരുന്നതാണ്.
ഗൃഹാഹ ഭവനങ്ങൾ, രായഹ ധനങ്ങൾ, വിവിധ ഐശ്വര്യ സമ്പദഃ ഒരുപാട് സമ്പത്ത്, ഐശ്വര്യം. അങ്ങക്ക് എന്തിന്റെ കുറവായിരുന്നു ഉണ്ടായിരുന്നത്? എന്നിട്ട് അങ്ങ് സന്തുഷ്ടനായിരുന്നോ? 22-ാമത്തെ ശ്ലോകം. ശബ്ദാദയഃ ച വിഷയാഃ ചലാഃ രാജ്യവിഭൂതയഃ മഹി രാജ്യം ബലം കോശഃ ഭൃത്യമാത്യാഃ സുഹൃജ്ജനാഃ. 23. സർവേ അപി ശൂരസേന ഇമേ ശോകമോഹഭയാർത്തിതാഃ ഗന്ധർവനഗര പ്രഖ്യാഃ സ്വപ്നമായാ മനോരഥാഃ. ഇമേ സർവേ അപി, നേരത്തെ പറഞ്ഞ ശബ്ദാദയഃ എന്ന് വെച്ചാൽ ശബ്ദാദികളായ വിഷയങ്ങൾ, ഇതിലൂടെ നമ്മൾ അനുഭവിക്കുന്ന സുഖങ്ങൾ. ചലാഹ അസ്ഥിരങ്ങളായ രാജ്യവിഭൂതയഃ, അങ്ങേക്ക് മുന്നേ ഈ ഭൂമിയൊക്കെ മറ്റാരോ ഭരിച്ചിരുന്നു, ഇന്ന് അങ്ങയുടെ കയ്യിലാണ്, നാളെ ഇത് മറ്റൊരാളുടെ കയ്യിൽ. ഇങ്ങനെ അസ്ഥിരങ്ങളായ രാജകീയ ഐശ്വര്യങ്ങളും മഹി ഭൂമി, രാജ്യം, ബലം, സൈന്യം, കോശഃ ഖജനാവ്, ഭൃത്യമാത്യാഹ ഭൃത്യന്മാർ, മന്ത്രിമാർ, ഇവരും സുഹൃജനാഹ നമുക്കുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, ഇവയെല്ലാം തന്നെ ഹേ ശൂരസേന, അല്ലയോ ശൂരസേനാധിപ, ശോകമോഹ ഭയാർത്തിതാഹ ദുഃഖവും മയക്കവും, അതായത് മനസ്സിനെ അങ്ങ് മോഹിപ്പിക്കും. ഭയാർത്തിതാഹ പേടിയും കഷ്ടപ്പാടും തരുന്നവയാണ്. ഇതൊക്കെ ഗന്ധർവ നഗര പ്രഖ്യാഹ, നമ്മളൊരു ഗന്ധർവ നഗരത്തിൽ എത്തിപ്പെട്ടതുപോലെ നമ്മെ ഇങ്ങനെ മയക്കിക്കളയുന്ന ഒന്നാണ്. സ്വപ്നമായാ മനോരഥാഹ, സ്വപ്നം പോലെയും ഇന്ദ്രജാലം പോലെയും മിഥ്യാസങ്കല്പങ്ങളാണ്. ഇതില്ലാത്തവർ വിചാരിക്കും ഇത് ഉള്ളവർക്കൊക്കെ സന്തോഷമാണ് എന്ന്. എന്നാൽ ഇത് ഉള്ളവർക്ക്, അത് മക്കളാകട്ടെ, നല്ലൊരു കുടുംബമാകട്ടെ, സമ്പത്ത്, ഐശ്വര്യം എല്ലാം ഉള്ളവർക്ക് അത് നഷ്ടപ്പെടുമോ എന്ന ഭയം. ഇതിനെക്കുറിച്ചാണ് പ്രസിദ്ധ സുഭാഷിതകാരനായ ഭർതൃഹരി വൈരാഗ്യ ശതകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഭോഗേ രോഗഭയം, സുഖഭോഗങ്ങൾ അനുഭവിക്കുമ്പോൾ അവർക്ക് എനിക്കെന്തെങ്കിലും അസുഖം വരുമോ, അപ്പോൾ ഈ സുഖഭോഗങ്ങൾ അനുഭവിക്കാൻ പറ്റുമോ എന്ന ഭയം. കുലേ ചുതിഭയം, നല്ല തറവാട്ടിൽ ജനിച്ചവർക്ക് എന്ത് പറയുമ്പോഴും ഉള്ളത് ഇതാണ്, തറവാട്ടിന് ദോഷം, തറവാട്ടിന്റെ മഹിമ, ഇതിനെന്തെങ്കിലും ഒരു പ്രശ്നം വരുമോ എന്ന ഭയം. വിത്തേ നൃപാലാദ് ഭയം, ഇനി ധനം കൂടിയാൽ ഒന്ന് മോഷ്ടാക്കളെ ഭയമുണ്ട്, ഒപ്പം തന്നെ രാജ്യം, അതായത് രാജാവ് അതിൽ നിന്ന് കരം പിടിച്ചെടുക്കും. അപ്പോൾ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതിൽ നിന്ന് എത്ര ശതമാനമാണ് ഈ രാജ്യത്തിന് അങ്ങോട്ട് കൊടുക്കേണ്ടത് എന്ന ഭയം. മാനേ ദൈന്യ ഭയം, നല്ല അഭിമാനിയായിട്ടുള്ള ഒരാൾക്ക് അയാളെ ഏതെങ്കിലും രീതിയിൽ ആരെങ്കിലും അപമാനിക്കുമോ എന്ന ഭയം. ബലേ റിപുഭയം, നല്ല ബലമുള്ള ഒരാൾക്ക് എപ്പോഴും ശത്രുക്കളെ പേടിയായിരിക്കും. അതുകൊണ്ടാണ് ഈ ഗുണ്ടാ സംഘങ്ങൾ പരസ്പരം ആക്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. കാരണം ബലമുള്ളവർ പലപ്പോഴും മനസ്സുകൊണ്ട് ഭീരുക്കളായിരിക്കും, അവർക്കൊരു ശത്രു ഒന്നുമില്ലാതെ ജീവിക്കാനാണ് ഇഷ്ടപ്പെടുക. അപ്പോൾ ബലമുള്ളവർക്ക് റിപുക്കളെ, തങ്ങളുടെ ശത്രുക്കളെ ഭയമാണ്. രൂപേ ജരായാഹ ഭയം, അവനവന്റെ രൂപത്തിൽ, അതായത് രൂപ സൗന്ദര്യം ഉണ്ടാകുന്ന സമയത്ത് ജര ബാധിച്ചാൽ ഭയമാണ്. മുടി ഒന്ന് നരച്ചുപോയാൽ തുടങ്ങി ടെൻഷൻ, ശരീരം ചുക്കിച്ചുളിയാൻ തുടങ്ങിയാൽ അതിന് പകരം എന്ത് ചെയ്യാം, അത് ഇല്ലാതാക്കാൻ എന്ത് ചെയ്യാം എന്നതിനെ കുറിച്ചുള്ള ആശങ്കകളാണ്, അതിൽ ഭയപ്പെടുന്നു. ശാസ്ത്രേ വാദിഭയം, നല്ല ശാസ്ത്രജ്ഞാനമുള്ള ആൾക്ക് അയാളെക്കാളും അറിവുള്ള ഒരാൾ വന്ന് അയാളെ തോൽപ്പിച്ചാലോ എന്ന ഭയം ഉണ്ടാകും. ഗുണേ ഖലഭയം, സദ്ഗുണസമ്പന്നനായ ഒരാൾക്ക് ഒരു ചെറിയ അപവാദം പോലും സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും ആളുകൾ എന്നെ കുറിച്ച് നല്ലത് പറയണം, നല്ലത് പറയണം, നല്ലത് ചിന്തിക്കണം, ഇങ്ങനെ എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ വേണ്ടി കഷ്ടപ്പെടും ഇത്തരത്തിലുള്ള ആളുകൾ. കാരണം അപവാദ ഭയം. ഇനി കായേ കൃതാന്താദ് ഭയം, നല്ല ആരോഗ്യവും സൗന്ദര്യവും ഒക്കെയുള്ള സമയത്ത് മരിച്ചു പോകുമോ എന്ന ഭയം. സർവം വസ്തു ഭയാന്വിതം, ഇവിടെ ഭയമില്ലാത്തതായിട്ട് ഒന്നുമില്ല. ഭുവി നൃണാം, ഈ ഭൂമിയിൽ മനുഷ്യന്
വൈരാഗ്യം ഏവ അഭയം. വൈരാഗ്യബുദ്ധി, ഈ പറഞ്ഞതൊന്നും ശാശ്വതമല്ല എന്ന് മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ട് ഈശ്വര സാക്ഷാത്കാരമാണ് എൻ്റെ ലക്ഷ്യമെന്ന ആ വൈരാഗ്യബുദ്ധി വളർത്തുക മാത്രമാണ് മനുഷ്യർക്ക് അഭയം എന്ന് ഭർതൃഹരി പറഞ്ഞിരിക്കുന്നു. 24-ാമത്തെ ശ്ലോകം. ദൃശ്യമാനാവിന അർത്ഥേന ന ദൃശ്യന്തെ മനോഭവാഃ കർമ്മഭിഃ ധ്യായതഃ നാനാകർമാണി മനസഃ അഭവൻ. അർത്ഥേന വിന, താത്വികമായ അടിസ്ഥാനമില്ലാതെ, മനോഭവാഹ, വെറും മനോവിഭ്രാന്തിയിൽ നിന്ന് രൂപം കൊണ്ടവയായിട്ട്, ദൃശ്യമാനാഹ, ഇപ്പോൾ കാണപ്പെടുന്നവ, അടുത്ത നിമിഷം ന ദൃശ്യന്തെ, അടുത്ത നിമിഷത്തിൽ കാണപ്പെടാതെയാകുന്നു. കർമ്മഭിഹി, നമ്മുടെ കർമ്മവാസനകളാൽ, നാനാധ്യായതഃ, പലതും ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നവന്റെ മനസ്സഹ, മനസ്സിനെ നിമിത്തീകരിച്ച് പുതിയ പുതിയ കർമാണി അഭവൻ, പുതിയ പുതിയ കർമ്മങ്ങൾ ഉണ്ടായി വരുന്നു. നമ്മളായിട്ടിവിടെ ഓരോന്നോരോന്ന് സങ്കല്പിച്ചുണ്ടാക്കുന്നു. ഇതാണ് എൻ്റെ ലോകം, ഇവരാണ് എൻ്റെ ജീവൻ, ഇവരാണ് എൻ്റെ ബന്ധുക്കൾ, ഇവരില്ലെങ്കിൽ എനിക്കൊരു ജീവിതമില്ല എന്നത് മൂഢത്തരമാണ്. ആ ദുഃഖം ഇല്ലാതാവാൻ ആദ്യമേ മനസ്സിനോട് പറയണം, ഇതൊന്നും സത്യമല്ല, ഈ സ്നേഹിക്കുന്ന ഞാനേ സത്യമല്ല, ഞാൻ എന്നാൽ എൻ്റെ ഈ ശരീരമേ സത്യമല്ല, പിന്നെ ഈ കാണുന്നവരൊക്കെ എന്നെ വിട്ടു പോവുകയില്ലേ. അത് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കണം. അല്ലെങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും ഈ മൂഢത്തരത്തിലേക്ക് ഇരിക്കാനാണെങ്കിൽ പിന്നെ ഇതൊന്നും കേട്ടിട്ട് ഒരു കാര്യവും ഇല്ല. 25-ാമത്തെ ശ്ലോകം. അയം ഹി ദേഹിനോ ദേഹഃ ദ്രവ്യജ്ഞാന ക്രിയാത്മകഃ ദേഹിനഃ വിവിധ ക്ലേശ സന്താപകൃത് ഉദാഹൃതഃ. ദ്രവ്യജ്ഞാന ക്രിയാത്മകഃ, ഭൗതികവും ജ്ഞാനക്രിയാശക്തികളെ ഉൾക്കൊള്ളുന്നതുമായ അയം ദേഹഃ, ഈ ശരീരം ഹി, അത് തന്നെയാണ്, ദേഹിനഃ, ദേഹാഭിമാനിയായ ദേഹിനഃ, ജീവാത്മാവിന്. ഒരു ദേഹി എന്നതിന് ദേഹാഭിമാനി, മറ്റൊന്ന് ജീവാത്മാവ്. ആ ജീവാത്മാവിന് ഈ ദേഹമാണ്, മനസ്സാണ് ഞാൻ എന്ന ചിന്തയാണ് വിവിധ ക്ലേശ സന്താപകൃത്, പലതരം കഷ്ടങ്ങളും ദുഃഖങ്ങളും ഉണ്ടാക്കുന്നതെന്ന് ഉദാഹൃതഃ പറയപ്പെട്ടിരിക്കുന്നു. ഇവിടെ നമുക്ക് ചെയ്യാനുള്ളത് ഇത്ര മാത്രമാണ്. ഒന്ന്, നമ്മുടെ ജീവിത ലക്ഷ്യത്തെക്കുറിച്ച് നിരന്തരം നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുക. ഞാൻ ആരുമൊക്കെയായി ബന്ധപ്പെട്ടിരിക്കുന്നുവോ, ഭർത്താവ്, മക്കൾ, ഭാര്യ, ഇങ്ങനെയൊക്കെ, ഇവരൊക്കെ ഏതോ ഒരു ജന്മത്തിൽ ഏതോ ഒരു കർമ്മബന്ധം കൊണ്ട് ഞാനുമായി ഒന്നു ചേരാൻ വന്നവരാണ്. ആ കർമ്മബന്ധത്തിന്റെ ഒരു കടം, അതവരെ സംരക്ഷിക്കുന്നതിലൂടെ നിസ്വാർത്ഥമായിട്ട്, അല്ലാതെ ഞാൻ ഇന്ന് നോക്കി നാളെ തിരിച്ചെന്നെ നോക്കണം, അങ്ങനെയല്ല. നിസ്വാർത്ഥമായിട്ട് അവരെ സ്നേഹിച്ച് അവരോടുള്ള കടങ്ങൾ വീട്ടുക. കഴിഞ്ഞു, പിന്നെ ഒന്നും നിങ്ങൾക്ക് ഇവിടെ ചെയ്യാനില്ല. അല്ലാതെ മക്കളെ വളർത്തി വലുതാക്കി നാളെ ഇനി അവന്റെ കല്യാണം കാണണം, അവർക്കുണ്ടാകുന്ന കുഞ്ഞിനെ കളിപ്പിക്കണം, ഇതാണ് എൻ്റെ ജന്മസായൂജ്യം എന്ന് പറഞ്ഞിരുന്നാൽ നിങ്ങൾ ഇവിടെ ദുഃഖിച്ചിരിക്കുകയേ ഉള്ളൂ. വേറെ ഒരാൾക്കും നിങ്ങളെ രക്ഷിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് കുറച്ചെങ്കിലും ഇതൊക്കെ ഇത്ര ക്ഷമയോടെ കേൾക്കുന്നതിൻ്റെ ഒരു ഫലം കിട്ടണമെങ്കിൽ ഒന്ന് ചിന്തിക്കൂ. ഇവിടെ ഒന്നുമില്ല നിങ്ങൾക്ക് അർത്ഥം ഉള്ളതായിട്ട്. അർത്ഥമായിട്ട് ആ പരമപുരുഷാർത്ഥം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. 26-ാമത്തെ ശ്ലോകം. തസ്മാത് സ്വസ്ഥേന മനസാ വിമൃശ്യ ഗതിം ആത്മനഃ ദ്വൈതേ ധ്രുവാർത്ഥ വിശ്രംഭം ത്യജ ഉപശമം ആവിശ. തസ്മാത്, അതുകൊണ്ട് ഒന്ന് മനസ്സിനെ ഒന്ന് സ്വസ്ഥമാക്കിയിട്ട്, സ്വസ്ഥേന മനസ്സ, ഇങ്ങനെ കലങ്ങി മറിഞ്ഞ മനസ്സല്ലാതെ ഒന്ന് സ്വസ്ഥമായിട്ട് ആ മനസ്സുകൊണ്ട് ആത്മനഃ ഗതിം വിമൃശ്യ, ആത്മാവിൻ്റെ ആ തത്വത്തെ ആരാഞ്ഞറിഞ്ഞ് എന്നും ഇങ്ങനെ ചോദിക്കണം. ഞാൻ ആര്, ഞാൻ ആര്, ഈ ശരീരമാണോ മനസ്സാണോ, ഇതിങ്ങനെ ചിന്തിച്ച് ചോദിച്ചുകൊണ്ടേയിരിക്കണം. ഇങ്ങനെ ദ്വൈതേ, നാനാരൂപത്തിൽ കാണുന്ന പ്രപഞ്ചത്തിൽ ധ്രുവാർത്ഥ വിശ്രംഭം, ഇത് സത്യമാണെന്നുള്ള വിശ്വാസത്തെ വിട്ടുകളയുക. ഇവരാരും എൻ്റെ കൂടെ ഉണ്ടാവുകയില്ല എന്ന് മനസ്സിനോട് പറഞ്ഞു പറഞ്ഞു പഠിപ്പിക്കുക. എല്ലാറ്റിനെയും മനസ്സുകൊണ്ട് ത്യജ, ഉപേക്ഷിച്ച് കളയുക. അതായത് അറ്റാച്ച്മെന്റ് ഉപേക്ഷിച്ച് കളയുക. പക്ഷെ അവരെ സ്നേഹിക്കണം. അവർക്ക് ആർക്കൊക്കെ
ഭർത്താവിനോ ഭാര്യക്കോ മക്കൾക്കോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചെയ്തു കൊടുക്കണം, അവർക്കൊരു സഹായം വേണമെങ്കിൽ ചെയ്തു കൊടുക്കണം. പക്ഷേ മനസ്സുകൊണ്ട് ഇവൻ എന്റെയാണ് ഇവൾ എന്റെയാണ് എന്ന ആ ചിന്ത ഉപേക്ഷിക്കുക. അപ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് യഥാർത്ഥ ഉപശമം, മനഃശാന്തി ഉണ്ടാവുകയുള്ളൂ. അതിലേക്ക് ആവിശ പ്രവേശിക്കൂ രാജാവേ. എന്നാൽ ഇങ്ങനെയൊരു മനസാന്നിധ്യത്തെ വളർത്തിയെടുക്കാൻ ഈശ്വരാനുഗ്രഹം വളരെ പ്രധാനപ്പെട്ടതാണ് എന്നതിനാൽ ഈശ്വര ഉപാസനയും അതിൻ്റെ കൂടെ ചെയ്യണം എന്നതിനാൽ നാരദ മഹർഷി ഒരു മന്ത്രോപദേശം ചെയ്യുകയാണ്. നാരദ ഉവാച 27ാമത്തെ ശ്ലോകം. ഏതാം മന്ത്രോപനിഷദം പ്രതീച്ഛ പ്രയതോ മമ യാം ധാരയൻ സപ്തരാത്രാത് ദ്രഷ്ടാ സംഘർഷണം പ്രഭും. ഏതാം ഈ മന്ത്രമാകുന്ന, ഞാൻ ഇനി പറഞ്ഞു തരാൻ പോകുന്ന മന്ത്രോപനിഷദം, ഉപനിഷത്ത് സൂക്തം എന്ന രീതിയിൽ, അതായത് നമ്മെ ആ ആധ്യാത്മിക തത്വത്തെ ബോധിപ്പിക്കുന്ന ഈ മന്ത്രത്തെ പ്രയതഃ ഭക്തിയുക്തനായിട്ട് മമ പ്രതീച്ഛ എന്നിൽ നിന്ന് ഏറ്റുവാങ്ങുക. യാം ധാരയൻ ഇതിനെ നിങ്ങൾ ശ്രദ്ധയോടെ ധാരണ ചെയ്ത് സപ്തരാത്രാത് 7 രാത്രി കൊണ്ട് പ്രഭും സംഘർഷണം സർവശക്തനായ സംഘർഷണമൂർത്തിയെ ദ്രഷ്ടാ നിങ്ങൾ ദർശിച്ചുകൊള്ളും. എന്തുകൊണ്ട് ഇത്ര ഉറപ്പോടെ പറയുന്നു എന്നതാണ് 28ാമത്തെ ശ്ലോകം. യത് പാദമൂലം ഉപസൃത്യ നരേന്ദ്ര പൂർവേ ശർവാദയഃ ഭ്രമം ഇമം ദ്വിതയം വിസൃജ്യ സദ്യഃ തദീയം അതുലാൻ അധികം മഹിത്വം പ്രാപുഹു ഭവാനപി പരം ന ചിരാത് ഉപൈതി. ഹേ നരേന്ദ്ര രാജാവേ, പൂർവേ പണ്ട് ശർവാദയഃ ശ്രീരുദ്രാദികൾ യത് പാദമൂലം, ഞാൻ ഈ പറഞ്ഞ സംഘർഷണമൂർത്തിയുടെ പാദമൂലത്തെ ഉപസൃത്യ സമാശ്രയിച്ച് ദ്വിതയം, ഇവിടെ രണ്ടുണ്ട് എന്ന ആ ദ്വൈത ഭാവനയാകുന്ന ഇമം ഭ്രമം, ഈ മനോവിഭ്രാന്തിയെ വിസൃജ്യ ഉപേക്ഷിച്ചിട്ട് അതുലാൻ അധികം നിരുപമവും നിരതിശയവും ആയിട്ടുള്ള തദീയം മഹിത്വം, ആ ഭഗവാന്റെ മഹിമയെ പ്രാപുഹു പ്രാപിച്ചിരിക്കുന്നു. ഭവാനപി അങ്ങയും നചിരാത് വൈകാതെ പരം ഉപേതി, ഈ മന്ത്രോപാസനയാൽ ആ ഉത്കർഷത്തെ പ്രാപിച്ചുകൊള്ളും എന്ന അനുഗ്രഹം നാരദ മഹർഷി കൊടുക്കുകയാണ്. ഈ ഒരു ശ്ലോകത്തോടെ ഈ അധ്യായം 15ാമത്തെ അധ്യായം അവസാനിക്കുന്നു. ഇതി ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ഷഷ്ഠസ്കന്ധേ ചിത്രകേതു സാന്ത്വനം നാമ 15ോ അധ്യായഃ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ.